ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മുടെ മലയാളം പാഠപുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ യൂണിറ്റ് ആണ് നമ്മുടെ 8ാമത്തെ യൂണിറ്റ് ആയ ചരിതം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് 2 ചെറിയ പാഠഭാഗം പഠിക്കാനുണ്ട്. ഒന്നാമത്തേതാണ് നമ്മുടെ പഴശ്ശി തമ്പുരാനും രണ്ടാമത്തേതാണ് നമ്മുടെ ഹോക്കി മാന്ത്രികനും. ഇതിൽ പഴശ്ശി തമ്പുരാൻ എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വളരെ നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ വിശദീകരിച്ചാൽ എന്താണ് നിങ്ങളുടെ എക്സാം ഒക്കെ നോക്കുന്ന ആ ഒരു ടീച്ചർ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ല മാർക്ക് തരും. അപ്പൊ നമുക്ക് എന്താണ് വേഗം തന്നെ ഈ ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം അല്ലെ. ഏറ്റവും ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പഴശ്ശി തമ്പുരാൻ. അദ്ദേഹത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം വേറെ ഏതെങ്കിലും ഒരു മഹത് വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തി നമ്മളോട് എങ്ങാനും ചോദിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി മക്കളെ ഈ പഴശ്ശി തമ്പുരാൻ അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും എഴുതിയിരിക്കണം. അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം അല്ലെ. യെസ്, ആരാണ് ശരിക്കും പഴശ്ശി തമ്പുരാൻ എന്ന് പറയുന്നത്? നോക്കിക്കോളൂ. കേരള ചരിത്രത്തിൽ നിന്നും ഒരിക്കലും ആരും മറന്നു കളയാത്ത ഒരേടാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യം യുദ്ധം പ്രഖ്യാപിച്ച നാട്ടുരാജാവാണ് അദ്ദേഹം. അപ്പൊ മക്കള് ഒരു പോയിന്റ് ഓർത്തിരിക്കുക. കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ച ഒരു നാട്ടുരാജാവ് ആരാന്ന് ചോദിച്ചാൽ മക്കൾ പറയണം പഴശ്ശിരാജയാണ്. അടുത്തത് ബ്രിട്ടീഷുകാർ ഏറെ ഭയന്നിരുന്ന ഒരു നാട്ടുരാജാവും പഴശ്ശിരാജ തന്നെയായിരുന്നു. അപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായിട്ട് ഒരു യുദ്ധം പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോൾ എന്താണ് ബ്രിട്ടീഷുകാർ ഏറെ ഭയപ്പെട്ടിരുന്ന ഒരു നാട്ടുരാജാവും ആരായിരുന്നു? നമ്മുടെ പഴശ്ശിരാജാവായിരുന്നു. അപ്പൊ പഴശ്ശിരാജാവ് എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുരാജാവാണ് എന്നും കൂട്ടുകാർ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ബ്രിട്ടീഷുകാരെ കേരളത്തിൽ നിന്നും തുരത്തി ഓടിക്കുന്നതിനായി ജനകീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ചു ആര്? നമ്മുടെ പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർ കൈയടക്കിയ തന്റെ അധികാരം തിരികെ കിട്ടാൻ മാത്രമല്ല കേരള മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കൂടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അതായത് ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് എന്താണ് നമ്മുടെ ഈ കുറെ നാട്ടുരാജ്യങ്ങളൊക്കെ അവരുടെ അധീനതയിലായല്ലേ. അപ്പൊ നമ്മുടെ പഴശ്ശിരാജയുടെയും സ്ഥലങ്ങളും രാജ്യങ്ങളും ഒക്കെ എന്തായി? ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അപ്പൊ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി മാത്രമല്ല അതിന് പകരം എന്താണ് കേരളത്തിലെ മുഴുവൻ ആൾക്കാരെ രക്ഷിക്കാൻ കൂടിയാണ് നമ്മുടെ പഴശ്ശിരാജ ശ്രമിച്ചത്. ഇനി ഇത് കൂടാതെ അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? വടക്കേ മലബാറിലുള്ള കോട്ടയം രാജകുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ വർഷം, അതായത് ജനിച്ച ആ ഒരു വർഷം ഒന്നും മക്കൾ ഓർത്തിരിക്കേണ്ട. പക്ഷെ എന്താണ് നമ്മുടെ കോട്ടയം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇദ്ദേഹം നടത്തിയ വീര പോരാട്ടങ്ങൾ കൊണ്ടും ആദിവാസി സമൂഹത്തിന്റെ പിന്തുണയോടെയും വയനാടൻ കാടുകളിൽ ഗറില്ല യുദ്ധമുറകളിലൂടെ ബ്രിട്ടീഷുകാർക്ക് തിരിച്ചടി കൊടുത്തും പോരാടിയ പഴശ്ശിരാജയെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വീര കേരള സിംഹം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ്? അദ്ദേഹം എങ്ങനെയൊക്കെയാണ് പോരാട്ടങ്ങൾ നടത്തിയത്? അദ്ദേഹം എന്താണ് സ്വയമേവ തന്റെ രാജ്യത്തെ ആൾക്കാരുടെ അകമ്പടിയോട് കൂടി എന്താണ് ധാരാളം വീര പോരാട്ടങ്ങൾ നടത്തി. അതായത് വീര പോരാട്ടങ്ങൾ അദ്ദേഹം നടത്തി. അതിന്റെ കൂടെ തന്നെ എന്താണ് ആദിവാസികളുടെ കൂടെ നിന്നുകൊണ്ട് അവരെ ഗറില്ല യുദ്ധമാർഗം, അത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഗറില്ല യുദ്ധമുറകളിലൂടെ എന്താണ് നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം പോരാടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു പേരാണ് വീര കേരള സിംഹം എന്ന് പറയുന്നത്. ചരിത്രകാരന്മാരാണ് അങ്ങനെ വീര കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പ്രസിദ്ധമായ പഴശ്ശി വിപ്ലവം നയിച്ചതും അദ്ദേഹമാണ്. അപ്പൊ ഈ ഒരു പോയിന്റ് കൂട്ടുകാർ എന്താണ് ഓർത്തിരിക്കണം കേട്ടോ. നിരവധി തവണ ബ്രിട്ടീഷുകാരുമായി പോരാട്ടം നടത്തിയ മഹാനായ സമരനായകൻ 1805 നവംബർ 30 ബ്രിട്ടീഷ് സൈന്യവുമായിട്ടുണ്ടായ ഏറ്റുമുട്ടലിലാണ് അദ്ദേഹം മരണം പ്രാപിച്ചത്. അപ്പൊ ഏകദേശം നമ്മുടെ പഴശ്ശിരാജനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ മക്കൾക്ക് മനസ്സിലായല്ലോ ഇല്ലേ. ഇനി ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമായിരുന്നു, എവിടെയാണ് നമ്മുടെ പഴശ്ശിയുടെ ഒളിത്താവളം എന്ന് പറയുന്നത്? എവിടെയാണ് അദ്ദേഹം ഒളിച്ചിരുന്നത്? ബ്രിട്ടീഷുകാരിൽ നിന്നും വെള്ളപ്പട്ടാളക്കാരിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹം എവിടെയാണ് ഒളിച്ചിരുന്നത്? വയനാടൻ മലനിരകൾ ഉൾപ്പെടുന്ന മാവിലാം തോടിന്റെ കരയിലെ അരിപ്പൂക്കാടായിരുന്നു പഴശ്ശിയുടെ ഒളിത്താവളം. ഈ ഒരു സ്ഥലത്തിന്റെ പേര് കൂട്ടുകാരൊന്ന് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇനി പഴശ്ശിയുടെ മൃതശരീരത്തിനോട് കമ്പനി പട്ടാളം എങ്ങനെയാണ് ആദരവ് പ്രകടിപ്പിച്ചത്? നമുക്കറിയാം സാധാരണഗതിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നിൽക്കുന്ന ഒരാളെ അവര് മരിച്ചു കഴിഞ്ഞാൽ പോലും എന്താണ് വളരെ ക്രൂരമായിട്ടായിരിക്കും ചിലപ്പോൾ എന്താണ് അവരുടെ പിന്നീടുള്ള പെരുമാറ്റം. പക്ഷെ നമ്മുടെ പഴശ്ശിരാജയുടെ മൃതശരീരത്തിനോട് അവർ എങ്ങനെയാണ് ആദരവ് കാണിച്ചത് നമുക്ക് നോക്കാം അല്ലെ. പഴശ്ശിയുടെ മൃതശരീരത്തിന് മുന്നിൽ വെള്ളപ്പട്ടാളം തോക്ക് താഴ്ത്തി ആദരവോടെ തലകുനിച്ചു. അതായത് എങ്ങനെയാണ് അവരുടെ ആ ഒരു ആദരവ് കാണിച്ചത്? തന്റെ കയ്യിലുള്ള തോക്ക് താഴ്ത്തിയിട്ട് തലകുനിച്ചിട്ടാണ് അവർ ആ ഒരു മൃതശരീരത്തെ സമീപിച്ചത്. ബാബറുടെ പല്ലക്കിൽ പഴശ്ശിയെ മാനന്തവാടിയിലേക്ക് കൊണ്ടുവന്നു. എങ്ങോട്ടേക്കാണ് കൊണ്ടുവന്നത്? മാനന്തവാടിയിലേക്കാണ് കൊണ്ടുവന്നത്. എങ്ങനെയാണ് കൊണ്ടുവന്നത്?
കൊണ്ടുവന്നത്? ബാബറുടെ പല്ലക്കിലാണ് കൊണ്ടുവന്നത്. വൻമരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന കാട്ടിൽ അന്ത്യവിശ്രമത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു. എവിടെയാണ് അന്ത്യവിശ്രമം നടത്തിയത്? ഒരു കാട്ടിലായിരുന്നു അല്ലെ. ആചാര മര്യാദകളോടുകൂടി ആ ധീരദേശാഭിമാനിയുടെ ഭൗതിക ശരീരം അവർ സംസ്കരിച്ചു. ഇങ്ങനെയെല്ലാമാണ് കമ്പനി പട്ടാളം പഴശ്ശിയുടെ മൃതശരീരത്തോട് ആദരവ് പ്രകടിപ്പിച്ചത്. അപ്പം പഴശ്ശിരാജനെ പറ്റി ഏകദേശം ഒരു ഐഡിയ മക്കൾക്ക് ഇപ്പം കിട്ടിക്കാണും അല്ലെ. പക്ഷേ നമ്മുടെ പഴശ്ശിരാജ മാത്രമൊന്നുമല്ല, പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന കുറേ ധീരദേശാഭിമാനികൾ ഉണ്ടായിരുന്നു. അവരെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും അല്ലെ. അപ്പൊ നമുക്കൊരു ചോദ്യം നോക്കാം. പഴശ്ശിയെ പോലെ ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരദേശാഭിമാനികൾ അനേകരുണ്ടല്ലോ. അവരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് പതിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതാണ്ട് മിസ് രണ്ടുപേരുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ആരാന്ന് കൂട്ടുകാർക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. അപ്പൊ നമുക്ക് വൺ ബൈ ആയിട്ട് ഓരോരുത്തരെ നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് വേലുത്തമ്പി ദളവ. അദ്ദേഹത്തിന്റെ ചിത്രമാണ് മക്കളെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. 1903 മുതൽ 1809 വരെ തിരുവിതാംകൂർ രാജ്യത്തെ ദളവയായിരുന്നു വേലുത്തമ്പി. ആരായിരുന്നു? ഈ ഒരു പേര് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി ചെമ്പകരാമൻ വേലായുധൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ശരിക്കുള്ള പേര് നമ്മൾ ഓർത്തിരിക്കണം. കന്യാകുമാരി ജില്ലയിലെ തലക്കുളത്ത് വലിയ വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? ഇനി ബ്രിട്ടീഷ് ആധിപത്യത്തെ അദ്ദേഹം ധീരമായിട്ട് എതിർത്തിരുന്നു. മരണത്തിനല്ലാതെ മറ്റൊരു ശക്തിക്കും കീഴടങ്ങില്ല എന്ന് ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരെ എതിർക്കുക മാത്രമല്ല ചെയ്തത്, മരണത്തിനല്ലാതെ വേറൊന്നിനും കീഴടങ്ങില്ല എന്നൊരു പ്രതിജ്ഞയും അദ്ദേഹം എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, ബ്രിട്ടീഷുകാർക്ക് ജീവനോടെ കീഴടങ്ങുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത് കൊല്ലം ജില്ലയിലെ മണ്ണടി ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ചിരുന്ന തമ്പിയെ ശത്രുക്കൾ വളഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിജ്ഞ അദ്ദേഹം എന്താണ് പാലിച്ചല്ലേ. അദ്ദേഹം ഒരിക്കലും എന്താണ് ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയില്ല. അദ്ദേഹം എന്താ ചെയ്തത്? ആത്മഹത്യ ചെയ്യുവാണ് ചെയ്തത്. പക്ഷേ എന്നിട്ടും പക തീർക്കാതെ ബ്രിട്ടീഷുകാര് തമ്പിയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് കണ്ണമൂലയിൽ കൊണ്ടുവന്നിട്ട് തൂക്കിലേറ്റി. അപ്പൊ ഇത്രയുമായിരുന്നു ആ ഒരു സമയത്ത് ബ്രിട്ടീഷുകാരുടെ ക്രൂരത എന്ന് പറയുന്നത്. അപ്പൊ മക്കൾ ശ്രദ്ധിച്ചോ, നമ്മുടെ പഴശ്ശിരാജയുടെ മൃതശരീരത്തോട് എങ്ങനെയാണ് അവർ ആദരവ് കാണിച്ചത്? അതുപോലെ തന്നെ നമ്മുടെ വേലുത്തമ്പി ദളവ അദ്ദേഹത്തിന്റെ ആ ഒരു മൃതശരീരത്തോട് എങ്ങനെയാണ് കാണിച്ചത് എന്നൊക്കെ നിങ്ങൾ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്തതാണ് അബ്ദുറഹ്മാൻ സാഹിബ്. അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക. അബ്ദുറഹ്മാൻ സാഹിബ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വീരസേനാനിയായിരുന്നു. അതുകൂടാതെ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന് പിടിപാടുണ്ടായിരുന്നു അല്ലെ. കേരള രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന നക്ഷത്രമായിരുന്നു. മലബാറിൽ ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് അദ്ദേഹം വഹിച്ചിരുന്നു. അദ്ദേഹത്തെ അബ്ദുറഹ്മാൻ സാഹിബ് എന്നാണ് എല്ലാവരും അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. കൊടുങ്ങല്ലൂരിലാണ് ജനിച്ചത്. പഠനകാലത്ത് ഗാന്ധിജിയുടെ ആഹ്വാനം കേട്ടിട്ട് തന്റെ IAS മോഹങ്ങൾ ഉപേക്ഷിച്ച് അബ്ദുറഹ്മാൻ സാഹിബ് മലബാറിലെത്തി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അപ്പം ഈ ഗാന്ധിജിനെ കണ്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം എന്തായിരുന്നു, അക്കാലത്ത് ഒരു IAS ഓഫീസർ ആവുമായിരുന്നു. പക്ഷെ ഗാന്ധിജിയുടെ ആഹ്വാനം എല്ലാം ഏറ്റെടുത്തിട്ടാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് മാറിയത്. ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യവജ്ഞയുടെയും സത്യസന്ധതയുടെയും മതനിരപേക്ഷതയുടെയും പ്രതീകമായിട്ട് മാറി. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കുക, അദ്ദേഹം കൂടുതലായിട്ടും ആർക്കൊക്കെ എതിരായിട്ടാണ് പോരാടിയത്? സ്ത്രീ വിദ്യാഭ്യാസത്തിനു വേണ്ടി അദ്ദേഹം പോരാടി. മുസ്ലിങ്ങൾക്കിടയിലെ അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും എതിരായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അപ്പൊ മകൾക്ക് ഏകദേശം ഈ ഒരു ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് എഴുതാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സ്ലൈഡിൽ മിസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും നോക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും മലയാളത്തിന് മുഴുവൻ മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കിനി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.